ഒരുപാട് ഖത്തം ഓതി തീർത്തവരാണ്. പഠിച്ചവനെ ഇരിക്കുന്നവരോട് ഞാൻ ചോദിക്കട്ടെ, 60 ഖത്തം വേണ്ട, 6 ഖത്തം വേണ്ട, 1 ഖത്തം വേണ്ട, 6 പേജെങ്കിലും ഓതിയോ വാപ്പാ? അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലെ ഒരു 6 പേജ് ഇത്രയും ദിവസമായില്ലേ പെങ്ങള് പാരായണം ചെയ്യാൻ സമയം കിട്ടിയിട്ടുണ്ടോ? അള്ളാഹുവിന്റെ പ്രവാചകനെ ഖത്തം തീർക്കുമായിരുന്നു റമദാനിൽ. നബിതങ്ങളെ ഹാഫിളാണ്, മുത്തുനബി ഹാഫിളാണ്. മുത്തുനബി റമദാനിൽ ഖത്തം തീർക്കുമായിരുന്നു. ആരാ തീർത്തവരാരാ? സമയമില്ലടോ. ഖുർആനിനോടുള്ള നമ്മുടെ പെരുമാറ്റം അങ്ങനെയാണ്. ആരെങ്കിലും മരിക്കുമ്പോൾ എടുക്കാനുള്ള ഗ്രന്ഥമായി ഖുർആൻ മാറി. എന്റെ പ്രിയപ്പെട്ട സഹോദരാ, ഖുർആനിന് കൊടുക്കേണ്ട സ്ഥാനം കൊടുക്കാതെ വന്നപ്പോ വൈല തദഉഹും മിനൽ ഹുദാ ഫലയഹ്തദൂ ഇദൻ അബദാ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ, ആ ഖുർആനിനെ പരിഗണിക്കാതെ വന്നപ്പോ ഇന്ന് നിങ്ങൾ കാണാറില്ലേ ഖുർആനിലൂടെ ചില ചെറുപ്പക്കാര് അബൂബക്കർ എന്ന ഉമർ എന്ന ഉസ്മാൻ എന്ന മിസ്അബ് എന്ന മുഹമ്മദ് എന്ന പേരിട്ടിട്ട് അവന് കാണിക്കുന്ന വൃത്തികേടുകൾ കാണുമ്പോ ഇവൻ മരിക്കുമെന്ന് ചിന്തയില്ല, അവന് പോകേണ്ടവനാണെന്നുള്ള ചിന്തയില്ല, ഇവൻ മുസ്ലിമീങ്ങളെ നാണം കെടുത്തുകയല്ലേ, ഇവൻ എന്തേ ഇങ്ങനെ ആയിപ്പോയത് എന്ന് തോന്നുന്നതിന്റെ കാരണം എന്തെന്നറിയോ? എന്റെ പൊന്നാര സഹോദരാ,